ആവേശത്തിൽ ഫഹദിനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ്. അവർ എല്ലാറ്റിനും മുൻപിൽ നിൽക്കുന്ന ഒരു വളരെ ചുണക്കുട്ടിയായിട്ടുള്ള ഒരാൾ, ഒരു ബാഡ് ബോയ് സെക്സി ആയിട്ടുള്ള അർജുൻ റെഡ്ഡിയില്ലേ, ആ ഒരു ക്യാരക്ടറുള്ളവർക്ക് പറ്റുന്ന പെർഫ്യൂമാണ്. അതായത് എന്ത് കൊള്ളരുതായ്മയ്ക്കും കൂടെ നിൽക്കുന്ന കട്ട ചങ്കില്ലേ, അങ്ങനെയുള്ള വൈബുള്ളവർക്ക് പറ്റിയ പെർഫ്യൂം. വളരെ എനർജിക് ആയിട്ടുള്ള DNA ആണ്, കാരണം ഫ്രൂട്ടി സെക്സി ആയിട്ടുള്ള അഡിക്റ്റീവ് ആയിട്ടുള്ള DNA. ഇതിലൊരു പവറാണ് മിന്നലിൻ്റെ പേരിനൊപ്പം തന്നെ ബാഡ് ബോയ്. അപ്പോൾ ബോട്ടിലിനെ അന്വർത്ഥമാക്കുന്ന ക്യാരക്ടർ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം ഈ പെർഫ്യൂം ഉപയോഗിക്കും. അതായത് ഉറങ്ങി തൂങ്ങി നിൽക്കുന്ന ഒരാൾ ധരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഉറക്കത്തിൻ്റെ ഫീൽ തന്നെ കിട്ടും. ജെയിംസ് ബോണ്ട് കടലിൽ നിന്നൊക്കെ കുളിച്ചിറങ്ങി വരുമ്പോൾ ഷർട്ടൊക്കെ അടിച്ചിട്ട് ചെറിയൊരു വെള്ളം നിക്കറക്കിയിട്ട് 6 പാക്ക് ബോഡിയും കാണിച്ച് കടലിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഫീലിനെ, അതുപോലുള്ള ഒരു എനർജി തരുന്ന, അതുപോലെ ഒരു ഫീൽ തരുന്ന, അതേപോലെ ഒരു വൈബ് തരുന്ന ഒരു DNA ആണ് ഈ ഒരു പെർഫ്യൂം. 2021 ലോഞ്ച് ചെയ്തൊരു പെർഫ്യൂമാണ് കാരോലിന ഹെരേര ബാഡ് ബോയ് ലെ പെർഫ്യൂം. ബാഡ് ബോയ്ക്ക് ശേഷം ഇറങ്ങിയ അതിൻ്റെ ഒരു ഫ്ലാങ്കറാണ് ലെ പെർഫ്യൂം. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിൻ്റെ റിവ്യൂ ആണെന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ബോട്ടിൽ ഡിസൈൻ പറയാം. ബോട്ടിൽ ഡിസൈൻ ഒരു റാറ്റ് ഫിനിഷോട് കൂടിയ ഒരു ബോട്ടിൽ ഡിസൈനാണ്. വട്ടം അടിക്കുമ്പോൾ നമുക്ക് അതിനകത്തുള്ള ജ്യൂസ് കളർ കാണാൻ പറ്റും, എത്രത്തോളം ലെവലുണ്ടെന്ന്. വട്ടം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അകത്ത് എത്രത്തോളം ജ്യൂസ് ഉണ്ടെന്നുള്ളത്. തീർത്തും അപ്പായിട്ടാണെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റും. വെയിലത്ത് വെച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും ജ്യൂസ് ക്വാണ്ടിറ്റി. താഴെ ബാഡ് ബോയ് ലെ പെർഫ്യൂം ബാച്ച് കോഡും കാര്യങ്ങളും കൊടുത്തിട്ട് മെയ്ഡ് ഇൻ സ്പെയിൻ. EDP ആണ് കോൺസെൻട്രേഷൻ. ലെ പെർഫ്യൂം എന്ന് കൊടുത്തിട്ട് EDP ആണ് കോൺസെൻട്രേഷൻ, എന്താണെന്ന് അറിയില്ല. ഇവിടെ കാരോലിന ഹെരേരയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമൈസർ ഇവിടെ നിന്നാണ് പ്രസ് ചെയ്യേണ്ടത്, 1 million ഒക്കെ പോലെ. അപ്പോൾ ഇത് നിർമ്മിച്ചത് 3 പെർഫ്യൂമറാണ്. ബ്രൂണോ ജൊവാനിക്, ഫാനി ബാൽ, നിക്കോളസ് ബിലു, ഇങ്ങനെ 3 പെർഫ്യൂമറാണ് ഈ ഒരു പെർഫ്യൂം നിർമ്മിച്ചത്. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് കാരോലിന ഹെരേരയുടെ ബാഡ് ബോയ്. അതിൻ്റെ ഒരു ഫ്ലാങ്കറാണിത്. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ബാഡ് ബോയുടെ തന്നെ ഒന്ന് കൊബാൾട്ടോ അങ്ങനെ 2-3 ഇറങ്ങിയിട്ടുണ്ട്, ഫ്ലാങ്കർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തീർത്തും ഒരു വ്യത്യസ്തമായ ഒരു നോട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അതിൻ്റെ നോട്ട് എന്താണെന്ന് ഞാൻ പറയാം. ആദ്യം തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ബോട്ടിൽ ഡിസൈൻ കൊള്ളാം കേട്ടോ. കാഴ്ചയിൽ ഒരു 100 ml ബോട്ടിലാണെങ്കിലും അത്യാവശ്യം വലുപ്പമുള്ള, കയ്യിൽ പിടിക്കാനും ഇച്ചിരി ഹോൾഡ് ചെയ്യാനൊക്കെ ഒരു ഭംഗിയുള്ളൊരു ബോട്ടിൽ ഡിസൈനാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റാണ്. നമ്മൾ വിരൽ തൊടുമ്പോൾ ഒക്കെ അവിടെ ഫിംഗർ പ്രിൻറ്റ് കാണാൻ പറ്റും. അപ്പം ഇതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ബോട്ടിൽ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇരിക്കും കേട്ടോ. നമ്മൾ ഷെൽഫിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന ഡിസൈൻ തന്നെയാണ്. ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇവിടെ കാരോലിന ഹെരേര ന്യൂയോർക്കിനാണ്, അതെ ന്യൂയോർക്കിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്പ്രെയർ കൊള്ളാം, സ്മൂത്തായിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്, നല്ല സ്പ്രെയറാണ്. ഓക്കെ, ഇത് നോട്ട് ഞാൻ പറയാം. ടോപ്പ് നോട്ട് എന്ന് പറയുന്നത് കാനബിസ്, ഗ്രേപ്പ് ഫ്രൂട്ട്, ബ്ലാക്ക് പെപ്പർ, ജെറാനിയം. ബേസ് നോട്ട് വരുമ്പോൾ ലെതർ, വെട്ടുവർ. ഈ കഞ്ചാവിൻ്റെ മണമാണ് ടോപ്പ് നോട്ട് കൊടുത്തിരിക്കുന്നത്. കാനബിസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്ന സ്മോക്കി പുകയിലയുടെ പോലുള്ള കഞ്ചാവിൻ്റെ അല്ല, പകരം ഒരു ഹെർബൽ നോട്ടായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി ആസ്വാദ്യകരമായ രീതിയിലാണ് കാനബിസ് നോട്ട് ചേർത്തിട്ടുള്ളത്. ഈ ഒരു നോട്ട് കാരോലിന ഹെരേരയുടെ തന്നെ പാർട്ടി ഫീവർ എന്നുള്ളൊരു പെർഫ്യൂം, ഞാനത് റിവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയിൽ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഉണ്ടെങ്കിൽ നോക്കണേ. പാർട്ടി ഫീവർ എന്നുള്ളൊരു പെർഫ്യൂമുണ്ട്. ആ പെർഫ്യൂം ഈ പെർഫ്യൂമായിട്ട് വളരെയേറെ സാമ്യമുണ്ട്. അതിനും ഈ പറയുന്ന ഒരു കാനബിസ് നോട്ടുണ്ട്. ഒപ്പം ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ നോട്ട് ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും. ഈ കാനബിസ് ഞാൻ സ്മെൽ ചെയ്തിട്ടില്ല, എനിക്കറിയില്ല എൻ്റെ മണം എന്താണെന്നുള്ളത്. പക്ഷേ ഒരു ഓപ്പണിങ്ങിൽ ഒരു വിയേർഡായിട്ടുള്ള ഒരു 2-3 സെക്കൻഡ് നമുക്ക് ഒരു ലെതറാണോ അല്ലെങ്കിൽ ഒരു പെപ്പറാണോ എന്തോ ഒരു കരിഞ്ഞ, ഈ നമ്മുടെ ഡിയർ ഫാരൻഹീറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ഒരു സ്മോക്ക്, ഒരു പ്രത്യേക ഒരു ഉമിഞ്ഞ മണം വരില്ലേ, അത് ഒരു 2-3 സെക്കൻഡ് വരുന്നുണ്ട്. അതിനുശേഷം വരുന്ന മണമെന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ടി ആയിട്ടുള്ള, നമ്മുടെ YSL EDP പോലുള്ള ഒരു ഫ്രൂട്ടി ആയിട്ടുള്ളൊരു മണം. അത് ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെയാണ്. ആ ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ഫ്രൂട്ടി ആയിട്ടുള്ള സ്മെല്ല് നമുക്ക് കിട്ടും. ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ സ്മെൽ. അതുപോലെ തന്നെ അതിൽ ചെറുതായിട്ട് ഈ പറയുന്ന കാനബിസിൻ്റെ നോട്ടുണ്ട്. ഓപ്പണിങ്ങിൽ തന്നെ ബ്ലാക്ക് പെപ്പറിൻ്റെ ആ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഫീൽ കിട്ടും, ഷാർപ്പായിട്ടുള്ള ബ്ലാക്ക് പെപ്പർ. ഡ്രൈ ഡൗണിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ആ ഒരു നോട്ട് ഡ്രൈ ഡൗണിലും കിട്ടുന്നുണ്ട്. ഒപ്പം ഒരു മസ്കി സ്മെല്ല്, ചിലപ്പോൾ അത് വെട്ടുവറായിരിക്കും, ലെതറായിരിക്കും, ഒരു പ്രത്യേകതരം ഒരു അടഞ്ഞ ഒരു ലെതറി മസ്കി സാൻഡൽവുഡ്, ഒപ്പം ഗ്രേപ്പ് ഫ്രൂട്ടും ചേർന്ന ഒരു ഡ്രൈ ഡൗണും നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഓപ്പണിങ്ങിൽ ആ ഒരു കാനബിസിൻ്റെ നോട്ടും ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ നോട്ടും കൂടി ചേർന്ന് ഒരു പ്രത്യേകതരം ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഒറിജിനൽ ഹെരേരയുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. അതുമായി ബന്ധമുണ്ടെന്ന് കരുതി ആരും വാങ്ങരുത്. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ലെ പെർഫ്യൂം. മിന്നൽ മുരളി സിനിമയിൽ ടോവിനോ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മിന്നൽ മുരളിയിൽ യൂസ് ചെയ്ത പെർഫ്യൂം ഏതാ? മിന്നൽ മുരളിയിൽ CNHന്റെ ബാഡ് ബോയ് എന്ന് പറഞ്ഞിട്ട് ഒരു പെർഫ്യൂം ഉണ്ട്. അത് ഇങ്ങനെ ബാഡ് ബോയ്. ഇതാണോന്ന് എനിക്കറിയില്ല. ഇനി കൊബാൾട്ടാണോ ഒറിജിനൽ കാരോലിന ഹെരേരയാണോന്ന് എനിക്കറിയില്ല. പക്ഷേ എന്താണെങ്കിലും നല്ല പെർഫ്യൂം തന്നെയാണ്.
ഈ ഒരു പെർഫ്യൂം റഡാറിൽ പെടാത്തൊരു പെർഫ്യൂമാണ്. പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ പെർഫോമൻസ്, നല്ല പെർഫോമൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്. എനിക്കറിയില്ല ഈ ഒരു ബാച്ചിൻ്റെ ആണെന്ന് എനിക്കറിയില്ല. 11591 ഈ ബാച്ചിൻ്റെ എനിക്കറിയില്ല, പക്ഷേ നല്ല പെർഫോമൻസ് ആണ്. നല്ലപോലെ പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്. ലോങ്ജിവിറ്റി കൊണ്ട് ഏകദേശം 6-7 മണിക്കൂറോളം ലോങ്ജിവിറ്റി കിട്ടുന്നുണ്ട്. ഷർട്ടിലൊക്കെ പിറ്റേ ദിവസവും ഷർട്ടിൽ ആ ഒരു മണം കിട്ടുന്നുണ്ട്. സാധാരണ പെട്ടെന്ന് ഈ ഒരു ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, 3 മണിക്കൂർ 4 മണിക്കൂർ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ കിട്ടിയാൽ അത് വിജയിച്ചു എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിനെ സംബന്ധിച്ച് പിറ്റേ ദിവസം ഷർട്ടിൽ മണം കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രൊജക്ഷനും ഉണ്ട്, ലോങ്ജിവിറ്റിയും കൂടുതലാണ്. അപ്പോൾ ഇതൊരു ഫോർ മെന്നാണ് യൂസ് ചെയ്യേണ്ടത്, യൂണിസെക്സ് അല്ല. ഇപ്പോൾ ഒരു ഫ്രഷ് സ്പൈസി സിട്രസിൻ്റെ നോട്ടുണ്ട്, ആ ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ നോട്ട് തന്നെ ഒരു സിട്രസി നോട്ടുണ്ട്. ചിലരൊക്കെ ലെതറിൻ്റെ മണം ഉണ്ടെന്ന് പറയുന്നത്, എനിക്കത് കിട്ടുന്നില്ല. എനിക്ക് പേഴ്സണലി ലെതറിൻ്റെ സ്മെല്ലൊന്നും കിട്ടുന്നില്ല. കൂടുതലും ഒരു ഫ്രൂട്ടി ഹെർബൽ സ്മെൽ. ഹെർബൽ എന്ന് പറയുമ്പോൾ ഈ എർത്തി സ്മെല്ലല്ല, അല്ലെങ്കിൽ വുഡി സ്മെല്ലല്ല, ആ ഒരു കാനബിസിൻ്റെ മണം. നമ്മൾ കഞ്ചാവ് സ്മെല്ല് ചെയ്തുള്ളവർക്ക് കിട്ടുന്ന ആ ഒരു മണമല്ല, അല്ലെങ്കിൽ നമ്മൾ ബീഡി പുകയില പോലുള്ളൊരു മണമല്ല. പകരം ഒരു ഫ്രൂട്ടി ആയിട്ടുള്ള മണം. നമുക്ക് ടോപ്പ് നോട്ടി കിട്ടുന്നതിനായിരിക്കും ഫ്രൂട്ടി ആയിരിക്കും. ആ ഒരു ഓറഞ്ച് സിട്രസും അല്ലെങ്കിൽ നാരകം അല്ലെങ്കിൽ ഓറഞ്ച് പോലുള്ള ഫ്രൂട്ട്സ് ജ്യൂസിൻ്റെ മണം, ആ ഒരു ഫ്രൂട്ടി ജ്യൂസി സ്മെല്ലാണ് നിങ്ങൾക്ക് ഓപ്പണിങ് കിട്ടുന്നത്. ഇതിനകത്ത് കാനബിസ് നോട്ടൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് തോന്നില്ല, അങ്ങനെ ഒരു നോട്ടുണ്ടോ എന്ന് തോന്നില്ല. പക്ഷേ അത് പറഞ്ഞിട്ടുണ്ട്. അത് ഓപ്പണിങ്ങിൽ എന്തോ ഒരു ഹെർബൽ സ്മെല്ല് പോലെ വരുന്നുണ്ട്. അതാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതൊരു സ്മെല്ല് ചെയ്തിട്ടില്ല. എനിവേ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മണം എന്ന് പറയുന്നത്. കൊള്ളാം, ഒരു യുണീക്കാണ്. ഈ ഒരു നോട്ട് വരുന്നത് വളരെ യുണീക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ റഡാറിൽ പെടാത്തൊരു ഐറ്റം. ഏകദേശം എനിക്കിതിന് നമ്മുടെ സ്പൈസ് ബോംബ് നൈറ്റ് വിഷനുമായിട്ട് എവിടേക്കോ ഒരു സാമ്യമുണ്ട്. അതും ഈ പറയുന്ന പോലെ ഒരു ഫ്രൂട്ടി സ്മെല്ലാണ്. പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ നോട്ട് കുറച്ചൊക്കെ ഒന്ന് മാറി കുറച്ചുകൂടി ഒരു സ്വല്പം ക്യാരക്ടറൊക്കെ വരും. ആ ഒരു ക്യാരക്ടറിൽ നമുക്ക് പ്രധാനമായിട്ട് കിട്ടുന്ന ജെറാനിയം പോലുള്ള ആ ഒരു സ്മെല്ല്, അതുപോലെ തന്നെ കുറച്ച് സ്വീറ്റായിട്ടുള്ള അരോമാറ്റിക് സ്മെല്ലും വരും. അത് നമ്മുടെ ഈ YSL EDPയിൽ ഗ്രീൻ ആപ്പിളിനൊപ്പം വരുന്ന ഒരു ഗ്രീൻ നോട്ടുണ്ടല്ലോ, YSL EDPയിൽ വരുന്ന ഒരു ഗ്രീൻ ആപ്പിളിന് ശേഷം വരുന്ന ഒരു ഗ്രീൻ നോട്ട്, ആ ഒരു നോട്ടാണ് നമുക്ക് മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്നത്. അത് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു ഗ്രീൻ സ്മെല്ല് വരുന്നുണ്ട്. കൊള്ളാം. ഇത് അടിക്കുമ്പോൾ കിട്ടുന്ന ഫീല് പറയാം. ആവേശത്തിൽ ഫഹദിനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ്, ഒരു എല്ലാറ്റിനും മുമ്പിൽ നിൽക്കുന്ന ഒരു വളരെ ചുണക്കുട്ടിയായിട്ടുള്ള ഒരാൾ, ഒരു ബാഡ് ബോയ് സെക്സി ആയിട്ടുള്ള അർജുൻ റെഡ്ഡിയിലെ ആ ഒരു ക്യാരക്ടറുള്ളവർക്ക് പറ്റുന്ന പെർഫ്യൂമാണ്. അതായത് എന്ത് കൊള്ളരുതായ്മയ്ക്കും കൂടെ നിൽക്കുന്ന കട്ട ചങ്കില്ലേ, അങ്ങനെയുള്ള വൈബുള്ളവർക്ക് പറ്റിയ പെർഫ്യൂം. വളരെ എനർജിക് ആയിട്ടുള്ള DNA ആണ്. കാര്യം ഫ്രൂട്ടി സെക്സി ആയിട്ടുള്ള അഡിക്റ്റീവ് ആയിട്ടുള്ള DNA. ആരുടെ അടുത്തും ഇടിച്ചു കയറി സംസാരിക്കാൻ കഴിവുള്ള, പേടിച്ച് മാറി നിൽക്കാതെ ധൈര്യമായിട്ട് എന്ത് നേരിടുന്ന ടൈപ്പ് ക്യാരക്ടറുള്ളവർക്ക് പറ്റിയത്. കുറച്ചൊരു മെലാഞ്ചുലി ആയിട്ടുള്ളവർക്ക് പറ്റിയതല്ല ഇത് കുറച്ച് റൗഡി ആയിട്ടുള്ള, ഇത് ഗ്യാങ്സ്റ്റർ ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു സെക്സി മാച്ചോ ഫീൽ തരുന്ന അഡിക്റ്റീവ് ആയിട്ടുള്ളൊരു DNA ആണ് ഈ ഒരു DNA. കാര്യം കണ്ടില്ലേ, ഇത് തന്നെ ഒരു പവറാണ്. മിന്നലിൻ്റെ പേരിനൊപ്പം തന്നെ ബാഡ് ബോയ്. അപ്പോൾ ബോട്ടിലിനെ അന്വർത്ഥമാക്കുന്ന ക്യാരക്ടർ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം ഈ പെർഫ്യൂം ഉപയോഗിക്കും. അല്ലാതെ ഉറങ്ങി തൂങ്ങി നിൽക്കുന്ന ഒരാൾ ഇത് അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഉറക്കത്തിൻ്റെ ഫീൽ തന്നെ കിട്ടും. ഓരോ പെർഫ്യൂമിനും ക്യാരക്ടറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു പെർഫ്യൂം അടിക്കുമ്പോൾ നമ്മൾ ആ ഒരു സെക്സി ആയിരിക്കണം, കുറച്ച് എന്താ പറയുക, എല്ലാവരെയും ആ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തവരായിരിക്കണം. ഒതുങ്ങി നിൽക്കുന്നവർക്ക് പറ്റിയ സാധനമല്ല. ഇതൊരു എനർജി തരുന്ന, ജിമ്മിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയൊരു പെർഫ്യൂം ആട്ടോ. ആ ഒരു സ്പോട്ടി ആയിട്ടുള്ളൊരു നോട്ടും ഉണ്ട്, സ്പോട്ടി എവിടെയൊക്കെ ഒരു അക്വാറ്റിക് നോട്ടും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെക്സി ആയിട്ടുള്ള, വീട്ടിലിരിക്കാതെ എപ്പോഴും കറക്കം, യാത്ര, അഡ്വഞ്ചർ, റൈഡിങ്, ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു പെർഫ്യൂമാണ്. എല്ലാം കൊണ്ടും ഈ ബാഡ് ബോയ് ആയിട്ടുള്ളവർക്ക്, ഗ്യാങ്ങിലെ ബാഡ് ബോയ് ആരുണ്ട്, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പെർഫ്യൂം ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യണം, കല്യാണമൊക്കെ വരുന്നുണ്ട്, അവൻ ഇതേപോലെ ക്യാരക്ടർ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു പെർഫ്യൂം വാങ്ങി കൊടുത്താൽ മതി, ഇഷ്ടപ്പെടും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള പെർഫ്യൂം ഇഷ്ടപ്പെടും. ജെയിംസ് ബോണ്ട് കടലിൽ നിന്നൊക്കെ കുളിച്ചിറങ്ങി വരുമ്പോൾ ഷർട്ടൊക്കെ അഴിച്ചിട്ട് ഒരു ചെറിയൊരു വെള്ളം നിക്കിറക്കിയിട്ട് 6 പാക്ക് ബോഡിയും കാണിച്ച് കടലിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഫീലില്ലേ, അതുപോലുള്ള ഒരു എനർജി തരുന്ന, അതുപോലൊരു ഫീൽ തരുന്ന, അതേപോലെ ഒരു വൈബ് തരുന്ന ഒരു DNA ആണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ ഇത്തരം ആളുകൾക്കായിരിക്കും കുറച്ചും കൂടി ഈ ഒരു പെർഫ്യൂം ആപ്റ്റ് ആവുന്നത്. അപ്പോൾ അതുകൂടി മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഈ ഒരു പെർഫ്യൂം വാങ്ങാം. പെർഫ്യൂമാണ് ഓഫീസിലൊക്കെ ഉപയോഗിക്കാം, ഓഫീസിൽ ഉപയോഗിക്കേണ്ട പെർഫ്യൂമാണ്. അതുപോലെ തന്നെ പാർട്ടിയിലൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ലോങ്ജിവിറ്റിയും കാര്യം പറഞ്ഞു, അത്യാവശ്യം നല്ലപോലെ ലോങ്ജിവിറ്റി ഉണ്ട്. കേരളത്തിലെ കാലാവസ്ഥയും നന്നായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു ബാച്ചിലൊന്നും എനിക്കറിയില്ല, എനിക്ക് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പ്രൊജക്ഷൻ ഹ്യൂജ് ആണ്, നല്ലപോലെ പ്രൊജക്ഷൻ ഉണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മണം കൊണ്ടുള്ള ഒരു എന്താ പറയുക, ഒരു മേഘം മൂടെന്ന് കൂടെ പറയാം. അത്യാവശ്യം നല്ലപോലെ ലോങ്ജിവിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ ഒക്കേഷൻ എന്ന് പറയുന്നത്, ഒക്കേഷൻ ഓഫീസിൽ ഉപയോഗിക്കാം,
അതുപോലെ തന്നെ പാർട്ടിയിൽ ഉപയോഗിക്കാം, എനിവെയർ ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഒക്കേഷൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് തിയേറ്ററിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോകുമ്പോൾ, ഷോപ്പിങ്ങിന് പോകുമ്പോൾ, കല്യാണം അങ്ങനെയുള്ള സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാം. പിന്നെ DNA അങ്ങനെ ഒരു DNA ആണ്, YSL/YED പോലുള്ള ഒരു DNA ആണ്. അപ്പോൾ അത് ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാം. ഏത് ഇൻവിക്ടെക്സ് ഒക്കെ പോലെ ഏത് കാലാവസ്ഥയിലും ഏത് ഒക്കേഷനും ഉപയോഗിക്കാൻ പറ്റുന്ന DNA തന്നെയാണ്. പ്രത്യേകിച്ച് സമ്മറിലൊക്കെ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ എനിവെയർ, എനി സീസൺ, എനി ഒക്കേഷൻ, അതിന് പറ്റിയൊരു പെർഫ്യൂം, ഒരു പെർഫ്യൂം ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഈ പെർഫ്യൂമിനെ സംബന്ധിച്ച് പൊതുവേ ഓഫീസിലിരിക്കുന്നവർക്കായിരിക്കും കൂടുതൽ പെർഫ്യൂംസ് വേണ്ടി വരും. കാര്യം ഫീൽഡിലേക്ക് ഇറങ്ങുന്നവർക്ക് പെട്ടെന്ന് ലാസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ഓഫീസിലൊക്കെ ഉപയോഗിക്കുന്നവർക്കായിരിക്കും കൂടുതൽ ഈ പെർഫ്യൂമിൻ്റെ ആവശ്യകത കൂടുതൽ വേണ്ടി വരുന്നത്. ഒരു സ്ഥലത്ത് ഇരിക്കുമല്ലേ. ഈ ഫീൽഡിൽ ഇറങ്ങുന്നവരെ സംബന്ധിച്ച് അവർ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഏത് പെർഫ്യൂം അടിച്ചാലും ലാസ്റ്റ് ചെയ്യാറില്ല പൊതുവെ. അപ്പോൾ ഓഫീസിൽ ഉപയോഗിക്കാനൊക്കെ പറ്റിയ ഒരു പെർഫ്യൂമാണ് ബുൾഗാരി അക്വ പോർ ഹോം അറ്റ്ലാന്റിക്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഫ്രൂട്ടി ഫ്രഷ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. 4-5 മണിക്കൂർ സുഖമായിട്ട് നിൽക്കും. നല്ല പെർഫ്യൂമാണ്, മസ്റ്റായിട്ടും വാങ്ങുക. ഈ ഒരു പെർഫ്യൂം ഞാൻ സെയിലിന് വെച്ചിട്ടുണ്ട്. വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങുക. കമൻറ്റ് ബോക്സിൽ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാം. ഇതും നിങ്ങൾ പറയുന്ന പോലെ ഫ്രഷ് പെർഫ്യൂം അല്ലെങ്കിൽ അക്വാറ്റിക് പ്ലസ് ഫ്രൂട്ടി നോട്ട് ചേർന്നിട്ടുള്ള ഒരു വളരെ ഇനോഫെൻസീവ് ആയിട്ടുള്ള ഫ്രഷ് പെർഫ്യൂമാണ്. ഓഫീസിൽ ഉപയോഗിക്കേണ്ട മസ്റ്റ് ഹാവ് കളക്ഷനിലുള്ള ഒരു പെർഫ്യൂമാണ് ബുൾഗാരി അക്വ അറ്റ്ലാന്റിക്. തീർച്ചയായും ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ഒരു പെർഫ്യൂം സെയിൽ വെച്ചിട്ടാണ്. ഞാൻ കമൻറ്റിൽ നമ്പർ മെൻഷൻ ചെയ്യാം. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം.